ഗായിക ലതിക കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ലതിക, വലിയ നഷ്ടമാണ് ജാനകിയമ്മയുടെ വിയോഗത്തിലൂടെ ഈ രാജ്യത്തിന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിൽ എങ്ങനെ അനുസ്മരിക്കുന്നു ജാനകിയമ്മയെ? എന്താ പറയാൻ ഒരു പിടിയില്ലാതിരിക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ് ഞാൻ വളരെ വളരെ വലിയ ഷോക്കിലാണ് ഇപ്പോ. എന്നാ ഞാൻ ഇന്നാള് ജാനകിയെ കാണാൻ പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. ഞാനും എന്റെ ബ്രദറും കൂടെ പോകാനായിട്ട്. ഞാൻ അതിനായിട്ട് അണ്ണൻ വരികയും ചെയ്തു. എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂരാണ്. കാണാൻ പോകാൻ ഇരിക്കുമ്പോ അതിനു മുമ്പ് പോയി എന്നുള്ള ഒരു വലിയ ഷോക്കിലാണ്. ായിട്ടും ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ വരൂ മോളെ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നതാ. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ചിട്ടുള്ള ഏറ്റവും അധികം റോൾ മോഡലല്ലേ നിങ്ങൾ ഗായകരുടെ. എങ്ങനെയായിരുന്നു ജാനകിയമ്മയുമായിട്ടുള്ള ഒരു ആത്മബന്ധം? അത് ആരംഭിക്കുന്നതൊക്കെ എങ്ങനെയാണ്? മദ്രാസിൽ വെച്ച് തന്നെയാണ് ഞാനൊരു ഞാനൊരു തമിഴ് പാട്ട് ട്രാക്ക് പാടി. ഞാൻ അന്നൊന്നും ജാനകിയമ്മ കേട്ടിട്ടേ ഉള്ളൂ. ജാനകിയമ്മ പാട്ടുകൾ ഇങ്ങനെ പാടി നടക്കുന്ന സമയത്ത് ഞാൻ പാടി. അടുത്ത ദിവസം ജാനകിയമ്മ വന്ന് പാട്ട് കേട്ടിട്ട് വീട്ടുകാരോട് പറഞ്ഞു, இதுக்கு மேல நான் என்ன பாடுறது, ரொம்ப நல்லா பாடி இருக்கேனோ, പാടണം இதுக்கு മേലെ എന്ന് പറഞ്ഞിട്ട് ജാനകിയമ്മ പാടാതെ തിരിച്ചത്. ജാനകിയെ കണ്ടിട്ടില്ല എപ്പോഴൊന്നും. പറഞ്ഞു ആ ഒരു മനസ്സുണ്ടല്ലോ. ആ പാട്ട് പിന്നെ വേറെ ആൾ പാടി, അത് വേറെ എങ്കിലും ജാനകിയമ്മയുടെ ആ ഒരു മനസ്സ് അത് മാത്രമല്ല. ഞങ്ങൾ അല്ലാതെ തന്നെ ചില പ്രാവശ്യം തമ്മിൽ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു 6 വർഷം മുമ്പാണ് മൈസൂർ ജാനകിയമ്മയുടെ വീട്ടിൽ പോയി ഒരു ഫുൾ ഡേ അവിടെ ഇരുന്ന് പാട്ട് പാടി. അമ്മ തന്നെ ആഹാരമൊക്കെ വണ്ടി തന്ന് കഴിച്ച് 2-3 പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ അടുത്ത കുറേ സമയം പാട്ട് പാടി എന്നിട്ട് ഇവിടെ മോളെ എന്നെ കൊണ്ട് പാട്ട് പാടിക്കും. ആ പൂന്ന് പാടും. ഞാനിപ്പൊ കുറെ ആയി കണ്ടിട്ട്. അങ്ങനെ കാണാനായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചമ്മ, ഞാൻ ഇങ്ങനെ 13-നും 14-നും ഇടയ്ക്ക് അമ്മ അവിടെ ഉണ്ടാവുമോ, ഞാൻ വരാനാണ്. അപ്പോഴും അമ്മ മറുപടി അയച്ചു, വരൂ മോളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവാനിരിക്കുകയാണ്. തീർച്ചയായും ശ്രീമതി ലതിക, ഈ സംഗീതത്തിന്റെ കൊടുമുടി കയറി നിൽക്കുമ്പോഴും ജാനകിയമ്മ സൂക്ഷിച്ചിരുന്ന ഒരു ലാളിത്യമുണ്ട്. മറ്റുള്ളവരോടൊക്കെ പെരുമാറുന്ന ഒരു രീതി, അതായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ് നമുക്ക് തരുന്നത്, അല്ലേ? എന്റെ ദൈവം പോലെയാണ് ഞാൻ ജാനകിയമ്മ കണ്ടിരുന്നത്. കാരണം എന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് അതിനെല്ലാം അഭിപ്രായമൊക്കെ വോയിസ് മെസ്സേജ് ഇങ്ങനെ അയക്കാറുണ്ട്. വളരെ നന്നായിട്ട് പാടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, നമുക്ക് ശരിക്കും റോൾ മോഡൽ തന്നെയാണ്. അമ്മയ്ക്ക് നിലപാടുകളുണ്ടായിരുന്നു. ഒരു ഗായിക എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജാനകി. തീർച്ചയായും ഗായിക ലതികയാണ് നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി ഈ അവസരത്തിൽ നമ്മളോട് ജാനകിയമ്മയുമായുള്ള അനുഭവങ്ങൾ പങ്കുവച്ചതിന്.